15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. രണ്ട് വീഡിയോന്റെ ഞാൻ കുളിച്ചിട്ടുണ്ടോ കണ്ണു ചുമന്നിരിക്കുന്ന രണ്ട് വീഡിയോന്റെ സജഷൻസ് എന്റെ പേജിലോട്ട് വരാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പൊ ആദ്യം നമുക്ക് ബിനിയുടെ കാര്യം സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് അനീഷിന്റെ കാര്യം സംസാരിക്കാം. രണ്ടും കൂടി ഒരു വീഡിയോയിൽ ക്ലബ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഗെയിം കഴിഞ്ഞു, പിന്നെയും എന്തിനാണ് ഇങ്ങനെ സ്വന്തം വില കളയാനായിട്ട് പുറകെ അല്ലെങ്കിൽ എഡിറ്റഡ് വീഡിയോസിനൊക്കെ റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അവരുടെ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ അത്രയും റിവെഞ്ച് ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ കാള പറ്റൂന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്തതാവാം. ഇവിടെ ഞാൻ വീണ്ടും സംസാരിക്കാനുള്ള കാരണം, എനിക്കിത് സംസാരിക്കാൻ വിട്ട കേസാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ച കാര്യങ്ങള് പിന്നെ നമ്മൾ വിട്ടുകളഞ്ഞ മൗനം സമ്മതം എന്നുള്ള രീതിയിൽ വെള്ള പൂശുന്നു PR ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2018 കുറച്ച് ലെങ്തി ആയിട്ട് സംസാരിക്കുകയാണ്, എന്നാലേ കലങ്ങുള്ളൂ. കലങ്ങാത്തവർക്ക് എൻ്റെ യൂട്യൂബ് ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാപ്പി ആയിട്ട് കൂളായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ 2018 ഞാൻ ഓൺ വോയിസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓൺ വോയിസ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ഒരു കൊല്ലം നല്ല രീതിയിൽ പോയി. ആഫ്റ്റർ ദാറ്റ് എനിക്ക് നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് ട്രോള് കിട്ടി. എന്താ അറിയാമോ, ഞാൻ സംസാരിക്കുന്ന വീഡിയോന്റെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ മാത്രം എഡിറ്റ് ചെയ്ത് ഒരു ഓസ്ട്രേലിയ പുള്ളിയും ഒരു ദുബായ് പുള്ളിയും കൂടി നല്ല രീതിയിൽ അതിനെ അങ്ങോട്ട് തേച്ചൊട്ടിച്ചു. അത് പലർക്കും അറിയായിരിക്കും. അദ്ദേഹം ചെയ്തതിന് തിരിച്ചു കിട്ടുകയും ചെയ്തു, എന്നിൽ നിന്നല്ല വേറൊരാളിൽ നിന്നും. അപ്പോഴും എന്നോട് റിയാക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചവരോട് ഞാൻ അന്നും മറുപടി പറഞ്ഞു, ഈ വീണ് കിടക്കുന്ന ആൾക്കാരെ ചവിട്ടാൻ ഈസിയാ, അതിന് പ്രത്യേകിച്ച് പവറോ ധൈര്യമോ ശക്തിയോ ഒന്നും വേണ്ട, ചുമ്മാ ഒന്ന് ചവിട്ടിയാൽ മതി. അയാൾ റിയാക്റ്റും ചെയ്യില്ല, കാരണം വീണെടുക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്നതല്ല റിയാക്ഷൻ എന്ന് പറയുന്നത്, ഫേസ് ടു ഫേസ് എന്ന് സംസാരിക്കുന്നതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയും ഈ ഒരു വീഡിയോ എഡിറ്റഡ് വേർഷൻസ് ആണ് എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ലെവലേഷൻ ബുദ്ധിയും ബോധം ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, സൈബർ ബുള്ളിങ് എന്താണെന്ന് താങ്കൾക്കറിയാമോ? ഈ കട്ടപ്പ എന്ന് പറഞ്ഞ കമന്റ് ഇടുന്നതോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പെന്നും പറഞ്ഞ കമന്റ് ഇടുന്നതോ ഒന്നുമല്ല. അമ്മ, അച്ഛൻ, ആങ്ങളമാര്, മക്കള്, അമ്മാവൻ, അനിയത്തി, അമ്മായി, കുഞ്ഞമ്മ, കുഞ്ഞച്ഛൻ, ഒടപ്പറന്നോള്, പിന്നെ നാത്തൂൻ, ഏട്ടത്തിയമ്മ, അങ്ങനെ ടൺ കണക്കിന് കുടുംബക്കാര് നമുക്കുണ്ട്. ഇവരെയൊക്കെ ഒരു ഉളുപ്പില്ലാതെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, ഇതാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടിയും കറക്റ്റായിട്ട് അറിയണമെങ്കിൽ മസ്താനോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അനുമോളോട് ചോദിച്ചാൽ മതി. പ, മ, ക, കു ഒക്കെ സ്വരാക്ഷരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, പിക്സ് എടുത്തിട്ട് മോശമായ രീതിയിൽ പല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് വരാം. ഇതൊക്കെയാണ് ശരിക്കുമുള്ള സൈബർ ബുള്ളിങ്. ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ഈ ശൈത്യയും പിന്നെയൊക്കെ പറയുന്ന സൈബർ ബുള്ളിങ് ഒന്നുമല്ല സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. അതിന്റെ വേഴ്സ് വേർഷനിൽ കൂടെ പോയ ആൾക്കാരുകൾ ഒരാളാണ് ഞാൻ. അനുമോളും പോയിട്ടുണ്ട്. അനുമോളിൽ ORM ഉണ്ടായിട്ട് പോലും അനുമോൾക്ക് വന്ന കമന്റ് അറഞ്ചം പുറഞ്ചം സഹിക്കാൻ പറ്റാത്ത കമന്റ് ആണ്. അനുമോളൊന്നും അമ്മയെന്നും മാത്രമേ അതിനകത്ത് വായിക്കാൻ പറ്റുന്നുള്ളൂ. അനുമോളൊന്നും വന്നപ്പോൾ വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കമന്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൈബർ ബുള്ളിങ് അതല്ല. രണ്ടാമത്തെ കേസ് ഞാൻ കേട്ടതും ഞാൻ പ്രേക്ഷകരോടും ഷെയർ ചെയ്യുന്ന കാര്യമാണ്. 15 ലക്ഷം രൂപ കൊടുത്തു. 15 ലക്ഷം രൂപ അത് മാത്രം പോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി 15 ലക്ഷം അവർ ചോദിച്ചു, എനിക്കത് കൊടുക്കാൻ പറ്റില്ല. മൊത്തം എത്ര കൊടുക്കാനുണ്ട്? 1 ലക്ഷം കൊടുക്കാനുണ്ട്. 1 ലക്ഷം കൊടുത്തു, അല്ലല്ല 50,000 കൊടുത്തു, ഇനി 50,000 കൂടി കൊടുക്കാനുണ്ട്. ഇതല്ലേ സത്യാവസ്ഥ? ഇതല്ലേ സത്യത്തിൽ സത്യാവസ്ഥ? ഇതിന് എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിച്ചത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, അത് ഇറ്റ്സ് പ്യോർ AI വീഡിയോ. അതിനകത്ത് അനുമോള് പറയുന്നത് ഫണ്ടൊക്കെ കിട്ടി, പകുതി നേരെ PR-ക്ക്, പകുതി എനിക്ക്, അങ്ങനെയാണ് ഡീല്. ഇതായിരുന്നു വീഡിയോ. അത് പ്യോർ അനുമോളുടെ AI വീഡിയോ ആണത്. ഓക്കെ, അപ്പൊ ഇത് സോഷ്യൽ മീഡിയ ആണ്. പല രീതിയിലുള്ള മാനിപ്പുലേഷൻ വീഡിയോസ്, പോസ്റ്റ് കാര്യങ്ങൾ വരും. ഈവൻ ചാനൽസ് ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് ഹൈപ്പ് കിട്ടുന്ന പാർട്ടിക്കുലർ വാക്ക് എടുത്തിട്ടാണ് അവർ വീഡിയോയിൽ തമ്പ് കൊടുക്കാറും ടീസർ കൊടുക്കാറും എല്ലാം കൊടുക്കാറുള്ളത്. കാരണം എല്ലാവർക്കും എൻഡ് ഓഫ് ദി ഡേ എന്താണ്? റീച്ച് ആണ് ഇമ്പോർട്ടന്റ്. സോ നമ്മൾ സംസാരിക്കുമ്പോൾ അതേപോലെ സൂക്ഷിച്ചും കണ്ടും കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാറുള്ളൂ. പിന്നെ മറ്റേ അനുമോൾ അവിടെ സംസാരിച്ച കുറച്ച് കാര്യങ്ങള്, ജാക്കിയുടെ കേസുകളൊക്കെ. അപ്പൊ എന്തു പറഞ്ഞാലും PR അങ്ങോട്ട് വെള്ള പൂശി കൊടുത്തോളും. ഈ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ PR-കൾ ഇപ്പൊ PR-നെ സപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സിന്റെ ഒക്കെ മിണ്ടാണ്ടിരിക്കുന്നില്ല. ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല, എന്നെ കണ്ടിട്ട് ആരും ഇൻഫ്ലുവൻസ് ആവണ്ട. എനിക്ക് എന്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറും അല്ല. എന്റെ
ലൈഫിൽ വന്ന പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നതാണ്. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ഉപദേശിച്ച് നന്നാക്കി അവരെ ഒരു പരമോന്നത നിലയിൽ എത്തിച്ചോളാം ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല, എന്നെ കൊണ്ട് അത് പറ്റിയുമില്ല. പക്ഷെ ഞാനൊരു ബിഗ് ബോസ് സീസൺ 5 എക്സ് കണ്ടസ്റ്റന്റ് ആണ്. പിന്നീട് അത്രയും ദിവസം ഞാൻ നിന്നില്ലേലും, പിന്നീട് അത്രയും ഗെയിം സ്ട്രാറ്റജി ഇല്ലേലും 36 ദിവസം ഞാൻ നിന്നുള്ളൂ. പക്ഷെ ഒരാളെയും പുറകിൽ നിന്ന് കുത്താനോ, ഒരാളുടെ ലൈഫ് നശിപ്പിക്കാനോ, ഒരാളെ സ്പോയിൽ ചെയ്യാനോ, ഇല്ലാത്തത് പറഞ്ഞ് ഉണ്ടാക്കാനോ, ഇന്നത് ലാലേട്ടം വരുമ്പോൾ പറഞ്ഞു കൊടുക്കണമെന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി സംസാരിക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, എന്റെ നെഗറ്റീവ് സൈഡ്, പോസിറ്റീവ് സൈഡ്, അല്ലെങ്കിൽ എന്റെ ജെന്യൂനിറ്റി എന്താണ്, അല്ലെങ്കിൽ അവിടെ നടന്ന മാനിപ്പുലേഷൻ, അവിടെ ഏത് രീതിയിൽ ഗെയിം എന്നെ പോർട്രേറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത് എന്നെ മനസ്സിലാക്കിയ ആൾക്കാർക്ക് അറിയാം. സോ അവിടെ ആര്യനോട് ലവ് ട്രാക്ക് കളിക്കാൻ വന്നതാണ് ഇവള്, അല്ലെങ്കിൽ അനുമോള് ഗിസേലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച്, പിന്നെ അത് മാറ്റി സംസാരിച്ച്, പിന്നെ ഗെയിം സ്ട്രാറ്റജിയുടെ കാര്യം അനുമോള് ലൈക്ക് ആര്യനോട് ലാലേട്ടൻ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ അക്ബറൊക്കെ ആയിട്ടിരുന്ന് വട്ടമേശ സമ്മേളനം കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു അത്രയും ഒരു ചീഞ്ഞ കളി അനുമോള് കളിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ താങ്കൾ ഈ പറഞ്ഞ സംഭവത്തിന് ഒരു തിരുത്തുണ്ട്. 15 ലക്ഷം കൊടുത്തു എന്നല്ല, 15 ലക്ഷം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. 1 ലക്ഷമാണ് കൊടുക്കാനുള്ളത്, 1 ലക്ഷം കൊടുത്തു, അല്ലല്ല 50,000 കൊടുത്തു. ഇതാണ് ഞാൻ കേട്ടത്. പ്രേക്ഷകരും കേട്ടത് ഇത് തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. തെറ്റ് സംഭവിക്കാത്തവരാരുമില്ല. അങ്ങനെ ഒരു എഡിറ്റഡ് വീഡിയോ കണ്ട് റിയാക്ട് ചെയ്തതാണെങ്കിൽ വേണമെങ്കിൽ സോറി പറയും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഓക്കെ, ഇത് ഞാൻ ഇവിടെ സംസാരിക്കാൻ കാരണം ഞാനും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയും അനുമോളെ പറ്റിയും സംസാരിച്ചിട്ടുണ്ട്. അനുമോൾ എന്റെ കുഞ്ഞമ്മയുടെ മോളൊന്നുമല്ല, എന്റെ ആരുമല്ല. എനിക്ക് സംസാരിക്കാൻ തോന്നി, ഞാൻ ആ വ്യക്തിയെ പറ്റി സംസാരിച്ചു. 5 പൈസ അനുമോൾ എനിക്ക് തന്നിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് വേണ്ടാതാണ്. ഇതൊന്നല്ല എന്റെ ബേസിക് ഫാക്ടർ, എന്റെ നീഡും അതല്ല. എനിക്ക് സംസാരിക്കാൻ തോന്നിയ ആളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി സംസാരിക്കണം തോന്നി, സംസാരിച്ചു. ആൻഡ് ദാറ്റ് വാസ് എ പ്യോർ എഡിറ്റഡ് വീഡിയോ. 15 ലക്ഷം അവർ ചോദിച്ചു, എനിക്ക് അത്രയും കൊടുക്കാനില്ല. ഓക്കെ, ഇനി ഇപ്പൊ ലാസ്റ്റ് സിനാരിയോ കൊടുത്തു തന്നെ വെച്ചോ, PR ചെയ്തു തന്നെ വെച്ചോ, വാട്ട്സ് യുവർ പ്രോബ്ലം? എനിക്കറിയത്തില്ല എന്താണെന്ന്. PR എല്ലാവരും ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആൾക്കും PR ഉണ്ട്. ഇവൻ അനുമോളും കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് 20 ലക്ഷം വരെ PR കൊടുത്തവരുണ്ട്. PR കൊടുത്തിട്ട് അവിടെ പോയിട്ട് അണ്ണാക്കിൽ പിരിവെട്ടിയ മാതിരി ഇരുന്നാൽ ശരിയാവില്ല. ഞാനിത് എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. ഇനി പറയാൻ എനിക്ക് വയ്യ, മടുത്തു. അപ്പോ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചവരൊക്കെ മിണ്ടാട്ടം മുട്ടിയിരിക്കുക എന്ന് പറഞ്ഞു. മിണ്ടാട്ടം മുട്ടിയിരുന്നിട്ടില്ല, സംസാരിച്ചു ഞാൻ. അപ്പൊ അതൊരു എഡിറ്റഡ് വീഡിയോ ആണ്. ആൻഡ് കുത്തിത്തിരിപ്പൊക്കെ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ ഗെയിം സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും അനുമോൾ ചെയ്തിട്ടില്ല. ഇനി ഒരു മഹാനെ പറ്റി എനിക്ക് സംസാരിക്കാനുണ്ട്, അനീഷിനെ. അത് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അദ്ദേഹത്തിനും എനിക്ക് ഇതേപോലത്തെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കാനുണ്ട്.